നമസ്കാരം. ആസിയ എന്ന നിള നമ്പ്യാർ വിവാദം ഡേ ബൈ ഡേ കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. അനിൽ നമ്പ്യാർ അതിനെതിരെ വിവാദ പ്രസ്താവനയുമായി വരികയും പിന്നീട് അത് വേറൊരു ഡിമെൻഷനിലേക്ക് മാറുകയും ചെയ്തിരുന്നു. എന്തായാലും ആസിയ എന്ന നിള നമ്പ്യാർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കാരണം ഞാൻ അവരുടെ വീഡിയോ കേട്ടിരുന്നു. വളരെ പൊളിറ്റിക്കലായി വളരെ തികഞ്ഞ അവബോധത്തോടു കൂടി അവർ കാര്യകാരണ സഹിതം എന്തുകൊണ്ടാണ് അത്തരം ഒരു പേര് അവർ സ്വീകരിക്കാനുണ്ടായത് എന്ന ഒരു കാര്യം അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞ ഒരു ആനയുടെ കാര്യമൊക്കെയാണ് എനിക്ക് രസകരമായി തോന്നിയത്. ശരിയാണ്, നമ്മുടെ നാട്ടിലെ ആനകൾക്ക് പ്രത്യേകിച്ച് നെറ്റിപ്പട്ടവുമൊക്കെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ആനകൾക്കൊന്നും തന്നെ നമ്മൾ ഈ പറഞ്ഞ വീരാൻകുട്ടിയെന്നോ അല്ലെങ്കിൽ അഹമ്മദ് എന്നോ മുഹമ്മദ് എന്നോ ഒന്നുമുള്ള പേരുകൾ കേട്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ നദികളുടെയും തന്നെ പേര് നോക്കുക, എല്ലാം തന്നെ ഹിന്ദു നാമത്തിലാണ് ഈ നമ്മുടെ മുഴുവൻ ഭൂരൂപങ്ങൾക്കും പേര് ഓൾമോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനൊക്കെ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പേരുകൾ നിങ്ങൾ ഇട്ടിരിക്കുന്നത്? നദിക്ക് എന്തുകൊണ്ടാണ് യമുന എന്ന് പേരിട്ടത്, ഗംഗ എന്ന് പേരിട്ടത്? എന്തുകൊണ്ടാണ് അത് ഫാത്തിമ എന്ന് പേരിടാഞ്ഞതെന്നൊന്നും ആരും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ ചോദിക്കില്ല, കാരണം അത് അലിഖിതമായ നിയമമാണ്, അതാരും ചോദിക്കില്ല. എന്നാൽ എന്തുകൊണ്ടാണ് നിള നമ്പ്യാർ എന്നൊരു പേര് ഒരു വ്യക്തി സ്വീകരിച്ചത് എന്നുള്ളത് അവരുടെ വ്യക്തിയുടെ ചോയ്സ് ആണ് എന്ന് നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നുമില്ലാത്ത ഒരു പൊതുബോധം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് വംശീയത എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ നമ്മൾ കേരളത്തിനകത്ത് വളരെ പ്രോമിനൻ്റ് ആയി തന്നെ അറേബ്യൻ ഫുഡുകൾക്കുള്ളൊരു സ്വീകാര്യത എല്ലാവർക്കും അറിയാവുന്നതാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. മറിച്ച് കലോത്സവങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇത് പഴയിടം എന്ന രീതിയിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. എങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു പൊതുബോധ സംസ്കാരത്തിൽ അറേബ്യൻ ഫുഡുകൾക്കൊക്കെ നല്ല സ്വീകാര്യതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രിസ്ത്യാനി ആയാലും ഹിന്ദുക്കളായാലും അല്ലെങ്കിൽ ഒബിസി വിഭാഗക്കാരായാലും ആരൊക്കെയാണോ ഇത്തരത്തിലുള്ള കേറ്ററിംഗ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഹോട്ടൽ സർവീസ് ഒക്കെ നടത്തുന്നത് അവരൊക്കെ തന്നെ ഈ പറഞ്ഞ പല അറബിക്ക് പദങ്ങളും ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു മുസ്ലിം ചേരുവകൾ രസക്കൂട്ടുകളും ഒക്കെ എടുത്തു തന്നെ ഇത് വിൽക്കാറുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരു നായർ ഇക്കയുടെ സുലൈമാനി എന്നൊക്കെ പേരിലുള്ള കടകൾ, അതുപോലെ ഇക്കാൻ്റെ കട എന്നൊക്കെ പറഞ്ഞ് കടകൾ നടത്തുന്ന ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും തന്നെ ഈ പറഞ്ഞ മുസ്ലിം വിഭാഗക്കാരെ നമ്മൾ കാണുന്നില്ല. ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിം ചേരുവകൾ അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ നടത്താറുണ്ട്. അവിടെ ഒന്നും ആർക്കും പരാതിയില്ല. പക്ഷെ ഒരു സ്ത്രീ അവർക്ക് അവരുടെ ലൈവ്ലിഹുഡായി അവർ കരുതുന്നത് അവരുടെ അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടി അവർ തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കുന്ന പേര് നിള നമ്പ്യാർ എന്ന പേര് ഉപയോഗിക്കുമ്പോൾ അത് എത്തരത്തിലുള്ള ഒരു സാമൂഹിക നിലവാരം അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് ശക്തമായി അവർക്ക് പറയുവാൻ ഉള്ള കരുത്തും അവർ കാണിച്ചുകൊണ്ട് അത് കൃത്യമായ വിശദീകരണം തന്നു നമുക്ക് രസിച്ചിട്ടില്ല, സുഖിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഈ നമ്പ്യാർ എന്ന ഒരു പേരാണ്. ഒന്ന് നമ്മൾ നോക്കുക, ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ അനന്തൻ നമ്പ്യാർ എന്ന പേരിൽ ഒരാൾ ഒരു ഇൻസ്റ്റാഗ്രാം അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. പക്ഷേ ഈ രണ്ട് കൂട്ടരെ നമുക്ക് വിമർശിക്കുമ്പോഴും ആ വിമർശനത്തിന് ഒരു ജനാധിപത്യപരമായ ബോധം ഉണ്ടാകണം എന്നുള്ളതാണ്. അനന്തൻ നമ്പ്യാർ എല്ലാ വീഡിയോകളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്പ്യാരിസം കൊണ്ടുവരാറുണ്ട്. വള്ളുവനാടൻ മേൽക്കോയ്മ ജാതി ഡയലോഗുകൾ അതിനകത്ത് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതൊരു വരേണ്യ ജാതി ഭാഷ ഇവിടെ കേരളത്തിനുണ്ട്. കേരളത്തിനൊരു വരേണ്യ ജാതി ബോധവും എറ്റിമോളജി പ്രകാരം അല്ലാതെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് നിർമ്മിക്കപ്പെട്ട സാൻസ്ക്രിറ്റൈസ് ചെയ്യപ്പെട്ട ഭാഷാ പ്രയോഗങ്ങൾ വള്ളുവനാടൻ പ്രയോഗങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് മേൽക്കോയ്മ നേടുന്ന ഒരു സമൂഹങ്ങൾ കേരളത്തിലുണ്ട്. അത് അടമൻ്റായി എല്ലാവരും സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആരും അത് അംഗീകരിച്ച് തരികയുമില്ല, അത്തരം ബോധമുള്ളവർ ആരും തന്നെ. അപ്പോൾ പോയിട്ട് ഇശി പണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ ഈ മൃദു ഹിന്ദുത്വം ഒളിച്ചു കടത്തിക്കൊണ്ട് തന്നെയാണ് ഇത് കടന്നു പോകുന്നത്. ഇത് ശരാശരി മലയാളിക്ക് ഇഷ്ടപ്പെടും. അതായത് സഹ്യൻ്റെ ചെരുവിൽ കൂടി ഇങ്ങനെ കടന്നുകൊണ്ട് നിളയുടെ തീരത്തുകൂടെ ഇങ്ങനെ നടന്നു വന്ന് അങ്ങനെ പയ്യെ കുട്ടനാട്ടിലൂടെ കയറി വന്ന് അറബിക്കടലിലേക്ക് ഒഴുകി പോകുന്ന ഒരു മൃദു ഹിന്ദുത്വം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതാർക്കും പരുക്കുള്ള കാര്യമല്ല. എന്നാൽ ഇത്തരം മൃദു ഹിന്ദുത്വ ഒളിച്ചു കടത്തലുകൾക്ക് വളരെ ശക്തമായ സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേർക്കറിയാം. അങ്ങനെ ഒരുപാട് അടുക്കളകൾ, ഒരുപാട് രുചിക്കൂട്ടുകളും ഒക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ നന്നായിട്ട് വേവുന്നുണ്ട്. അതിനൊക്കെ നല്ല കയ്യടിയും കിട്ടുന്നുണ്ട്. എന്നാൽ മറ്റൊരു മതവിഭാഗത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു സെമറ്റിക് മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട് അവർ ഒരു പേര് ഉപയോഗിച്ചപ്പോൾ അതിനെ ഒരു ഇന്ത്യൻ നെയിമായി, ഈ നിള എന്നതിനെ ഒരു ഇന്ത്യൻ നെയിമായി കാണുകയോ നമ്പ്യാർ എന്നത് കേരളത്തിലെ ഒരു പ്രത്യേക ജാതി സമൂഹം എന്നുള്ള രീതിയിലല്ലാതെയാണ് അവരത് ഉപയോഗിച്ചത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ട് അത് പ്രൊജക്റ്റ് ചെയ്തതും ആർക്കും ഇഷ്ടമായിട്ടില്ല. കാരണം ബ്രാഹ്മിൺസ് പുട്ടുപൊടി നമ്മളെല്ലാവരും
ഒരുപാട് പേരും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ബ്രാഹ്മിൻസിൻ്റെ രസക്കൂട്ടുകൾ ഇത് മുഴുവൻ ബ്രാഹ്മണർ ഉണ്ടാക്കുന്നതൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ തന്നെ മറ്റാളുകളാണ്. പക്ഷേ അപ്പോൾ ഈ പറഞ്ഞ ആരും അതിനൊന്നും പറഞ്ഞില്ല. കാരണം അത് രുചിയുടെ രസക്കൂട്ട് നിർമ്മിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിൻ്റെ ക്രെഡിബിലിറ്റി ഏറ്റെടുക്കുവാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പേര് എല്ലാവരും സ്വീകരിക്കപ്പെട്ടു. ഒരു ബ്രാഹ്മണ വിഭാഗങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ഇത്തരം ബ്രാൻഡുകൾ നിർമ്മിക്കപ്പെടുന്ന സാംസ്കാരിക കമ്പോളത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അംബേദ്കറേറ്റുകളൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനെതിരെയും ആരും ഒന്നും ശബ്ദിച്ച് കണ്ടിട്ടുമില്ല. അപ്പം ചില പേരുകൾ വളരെ കൃത്യമായ രീതിയിൽ രുചിക്കൂട്ടുകളും രസക്കൂട്ടുകളും നിർമ്മിക്കുന്നുണ്ട്. അത് വിപണനം ചെയ്യാൻ അറിയാവുന്നവർ ഉപയോഗിക്കുന്നുമുണ്ട്. അത് അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു വരേണ്യ സ്വഭാവത്തോടെ അതിനെ ധിക്കാരപരമായി നേരിടുന്നത് തെറ്റായ ഒരു സംഭവം തന്നെയാണ്. CBI ഡയറക്കുറിപ്പ് എന്ന സിനിമ അതിൻ്റെ പല 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 വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ വേർഷനിലും അയ്യർ ആയ വ്യക്തിയാണ് CBI ഡയറക്കുറിപ്പിൽ ആ സിനിമയിൽ അന്വേഷണത്തിനെത്തുന്നത്. അപ്പോൾ അദ്ദേഹം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഒരു പാട്ടുമൊക്കെ ഇട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു മാർക്കറ്റിംഗ് തന്നെയാണ്. അയ്യർ എന്ന ഒരു പേരിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അവിടെ. അത് ക്വാളിറ്റി ഉള്ളതാണെന്നാണ് അത് പറയുന്നത്. അത് കാരണം ആ പേരിന് മതപരമായും ആത്മീയപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും ഒരു ക്വാളിറ്റി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ആ ക്വാളിറ്റി കൃത്യമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെതിരെ ആരും ഒരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. അയ്യർ ദ ഗ്രേറ്റ് എന്ന പേരിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. അവിടെയും ഈ ക്വാളിറ്റി നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. ഇരുളൻ ദ ഗ്രേറ്റ് എന്നൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള ഒരു മതപരമായും ആത്മീയപരമായും ഉള്ള ആ ഒരു പേര് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പേരുകൾ അത് ഞങ്ങൾ മാത്രം കൈയടയ്ക്കാൻ മതി, മറ്റൊരു വ്യക്തി എടുക്കണ്ട എന്നുള്ളതാണ്. ആ സമയത്തേക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഓൾ ഓവർ ഇന്ത്യ പല ജാതി സമൂഹങ്ങളുടെയും പലതരത്തിലുള്ള ക്രെഡിബിലിറ്റിയും എടുത്ത് മാർക്കറ്റ് ചെയ്ത് ഉപയോഗിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അത് ആസിയ നിർഭയം ചെയ്തു. ഇനിയും ഇത്തരം ഒരുപാട് ആസിയമാർ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോഴൊക്കെ ഇത്തരം വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജാതിപ്പേര് വെച്ചുകൊണ്ടുള്ള പ്രൊജക്ഷൻ ആദ്യം ആരിൽ നിന്നാണോ ഉണ്ടായത്, ഏതോ ജാതിപ്പേരിന് ആത്മീയ പ്രത്യേക സവിശേഷതയുണ്ടെന്നും അവരെന്തോ പ്രത്യേക മനുഷ്യരാണെന്നുമുള്ള ആ ഒരു ചിന്ത ആദ്യമേ മാറ്റുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങളൊന്നും ഇട്ടുകൊണ്ട് ആരും വിറ്റ് വിപണനത്തിന് വരില്ല. പക്ഷേ ഇത് കൃത്യമായി വിപണനം ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ത്യക്കാരിവിടെയുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർക്കും അത് ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയാവുന്നവർ ഉപയോഗിക്കും. അത് എല്ലാ ഇന്ത്യക്കാരും ഉപയോഗിക്കും. അത് തന്നെയാണ് ആസിയം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. ആസിയയുടെ വീഡിയോയുടെ ഗുണനിലവാരങ്ങൾ അല്ലെങ്കിൽ അതിനോടുള്ള നിങ്ങളുടെ സദാചാര ബോധങ്ങൾ ഒക്കെ അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. പക്ഷേ മാർക്കറ്റിംഗ് വിപണനത്തിൽ ആള് പുലി തന്നെയാണ്. താങ്ക് യു.